ആണോ ഷേര ഹോസ്പിറ്റലാണോ എനിക്ക് സംശയം. എന്തോ കട്ടിയായിട്ട് എന്തോ പോയിട്ടുണ്ട്. ഹൃദയമാണോ നോക്കാം. ആ മാതിരി ചുമയാ ചുമച്ചത്. അയ്യോ, ചില സമയത്ത് ഇങ്ങനെ ചുമ ഇങ്ങനെ വന്ന് എടുത്തങ്ങ് കുടയുവാ. ഓ, ഒരു ചുമയുടെയൊക്കെ പഞ്ച്. ഞാനിന്ന് അങ്ങ് പോവുക. എവിടെ? ദുബായിക്ക്. ദുബായിക്കോ? എന്റെ മോനിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചാ? അവനിപ്പോ ഇങ്ങോട്ട് വരും, എന്നോട് ഒരുങ്ങിയിരുന്നോളാ പറഞ്ഞേക്കണത്. ആ, പോയി രക്ഷപ്പെടാ, പോയി രക്ഷപ്പെട്. എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താടാ? എവിടെ പോയാലും ഒരു ദിവസം ഞങ്ങളെ ഒന്ന് വിളിക്കണം. വിളിക്കണം. എന്ത് വർത്താനോടെ പറഞ്ഞത്? ഞാൻ ഡെയിലി വിളിക്കും നിങ്ങളാ. ഉറപ്പാ? പിന്നെ അങ്ങനെയൊക്കെ മറന്നു പോവോ ഞാൻ? അച്ഛാ, എന്റെ മോനെത്തി. പിന്നെ ഇത് എന്റെ കൂട്ടുകാരാ. ഇത് രാമൻ, ഇത് പാപ്പി അപ്പച്ചൻ. പാപ്പി അപ്പച്ചൻ അല്ല, പാപ്പി അച്ഛൻ. അച്ഛന്റെ ഇവിടുത്തെ കമ്പനികളാണ്. അച്ഛാ, ഒരു സെൽഫി എടുത്താലോ നമുക്ക്? ഇവരെ കൂടി ചേർത്ത് നിർത്ത്. അച്ഛന്റെ കൂട്ടുകാർ നിക്കടാ. ചേർത്ത് നിന്നോ. തിരിച്ചാണ്. ഇനി ഞാനും അച്ഛനും മാത്രം ഒരു സെൽഫി. ഓ, അവരെനിക്ക് ഉമ്മയുണ്ടെന്ന്. മോനെ, അപ്പൊ ഇനി സമയം പാഴാക്കണ്ട. ഞാൻ എന്റെ പെട്ടി സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരാം. നമുക്ക് പോകണ്ടേ? എവിടെ പോവാൻ? ദുബായിക്ക് നിന്റെ ഒപ്പം ഞാനും പറയല്ലേടാ. അയ്യേ, അതിനല്ല ഫോട്ടോ എടുത്തത്. പിന്നെ എന്റെ അച്ഛൻ നാളെ ഫാദേഴ്സ് ഡേ അല്ലേ? അച്ഛന്റെ ഒരു വർക്കത്തുള്ള ഒരു ഫോട്ടോ ഇതിലുണ്ടാന്ന് തോന്നുന്നു. ഉടുപ്പില്ലാത്ത ഫോട്ടോ, മൊത്തം ചേറ് വരേണ്ട ഫോട്ടോ. അപ്പൊ എനിക്കിത് ഒരുപാട് ലൈക്ക് കിട്ടേണ്ടതാണ്. ഈ ഫോട്ടോ വെച്ച് ഞാൻ പൊളിക്കും അച്ഛാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അടുത്ത വർഷം ഞാൻ ഇതേപോലെ ഫാദേഴ്സ് ഡേക്ക് വരാം കേട്ടോ. അപ്പൊ അമ്മമാരെ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരട്ടെ. വരണ്ടേ? അച്ഛൻ വരണ്ട, ഞാൻ പൊക്കോളാം അച്ഛാ. ഫാദേഴ്സ് ഡേ ആകുമ്പോ എല്ലാ വർഷവും വന്നോളാം. ആ കാലഘട്ടത്തിലേ 25 രൂപ ഉണ്ടായിരുന്നുള്ളൂ ഒരു തെങ്ങിൻ തൈക്ക്. അത് മേടിച്ചങ്ങ് നട്ടാ മതിയായിരുന്നു. വല്ല കാര്യമുണ്ടോ? പാതിരാത്രി 12 മണിക്ക് തെങ്ങും കട മേടിക്കാൻ വേണ്ടി കട തുറന്നു വെച്ചേക്കല്ലേ? നമ്മുടെ തരുണിമണികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരു പുതിയ ഐറ്റം വന്നിട്ടുണ്ടല്ലോ. എടാ, അത് കഴിഞ്ഞ ആഴ്ച വന്നതാ. നീ ഇപ്പഴാ കാണുന്നത്. നീ കണ്ണട എടുത്ത് വെക്കണായിരുന്നു. ഈ വൃദ്ധസദനം ഒന്ന് കൊഴുക്കും. എടി വാ, നമുക്ക് ആ പൂന്തോട്ടം നനയ്ക്കാം. ഞാൻ ഇന്നലെ നമ്മുടെ ആ പൂന്തോട്ടത്തിൽ പോയിട്ട് ആ റോസാ ചെടി എന്നൊരു പൂ പറിച്ച് എന്റെ തലയിലൊന്ന് വെച്ച് എന്റെ മോളെ 10 വയസ്സ് കുറഞ്ഞ പോലെ അകത്ത് എന്ന് കണ്ണാടി നോക്കിയപ്പം പഴയ നടി ജയഭാരതി തന്നെ. നിനക്ക് തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാ? ഇല്ല. അത് കഴിയുമ്പോ ഈ തോന്നലുകളൊക്കെ മാറിക്കോളും. തമാശ വെള്ളം നനയ്ക്കാം. അയ്യോ, ജാനകി, ജാനകി, പുതിയായിട്ട് വന്ന ജാനകി. ഓക്കെ, സ്കൂള് കാലം തൊട്ട് പ്രേമിച്ച എന്റെ ജാനകിയാണത്. ഫ്രണ്ടിൽ പോയത്. എനിക്ക് ജാനകിയാന്ന് ഉറപ്പുള്ള കാര്യം എന്താ പറയുക, ജാനകി പണ്ടും ഇതേപോലെ എന്റെ അടുത്തൂടെ പോവാൻ നേരത്ത് അവക്കൊരു സുഗന്ധദ്രവ്യത്തിന്റെ ഒരു മണം വരും. അയ്യോ, അപ്പൊ എനിക്കറിയാം ജാനകിയാത്. അത് അവളുടെ സുഗന്ധദ്രവ്യത്തിന്റെ മണമല്ല. ഞാൻ എന്റെ മുട്ടയിലെ വല്ല തർപ്പം തൈരം തേച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ സ്മെല്ല. അട്ടപൂച്ചിയ മണ. അങ്ങനെ പറയല്ല, ജാനകിയെ കണ്ട എനിക്കറിയാം. അയ്യോ, അന്ന് ഞങ്ങളെ പ്രേമം ഒന്നും നടന്നില്ല കേട്ടോ. കാരണം 16-ാമത്തെ വയസ്സിൽ അവള് വീട് മാറ്റി ഞാൻ കൊണ്ടുപോയി. അവരച്ഛന് ജോലിയില്ല, ട്രാൻസ്ഫോമർ കിട്ടി. ട്രാൻസ്ഫോമർ അല്ലടാ, ട്രാൻസ്ഫർ. അതെനിക്ക് പറയാൻ കിട്ടത്തില്ല. അതാ അപ്പൊ അങ്ങനെ കിട്ടി അങ്ങ് പോയതല്ലേ. ദൈവമായിട്ട് അവിടെ കൊണ്ടുവന്ന് എന്റെ ജാനകി ഇവിടെ കൊണ്ടുവന്ന്. അപ്പൊ നിന്റെ കാമുകി ജാനകിയാണത്. വരുന്നില്ല. നീ അവളോട് എന്ത് പറയാൻ പോവാ? ഇഷ്ടമാണെന്ന് പറയാൻ പോണു. ഉറപ്പായിട്ടും പറയോ? പിന്നെ അതിനുള്ള ഞാൻ കുറ്റമുണ്ടോ? എനിക്കിത് അവളെ വേണം. അപ്പൊ നിന്റെ ഇഷ്ടം നീ അങ്ങനെ തുറന്നു പറ. പിന്നെ നീ പറയുമ്പോ അവളുടെ കൂടെ നടക്കണ അപ്പൊക്കം കുറഞ്ഞവളില്ലേ, എന്റെ ഇഷ്ടം അവളോടും പറഞ്ഞേര്. എന്തിനാ? അല്ല, വാഴ നനയുന്നതിന്റെ കൂടെ ചീരയും കൂടെ നനഞ്ചോട്ടെ. ആ ചീര സ്ഥിരമായിട്ട് നനച്ചോണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. ആണോ? നീ വല്ലോ അതിന്റെ അടുത്ത് കൂടെ നടക്കണം. മറ്റേ പേരെന്നാ? അതൊരു
ജാനകി നോക്ക്, ഓർമ്മ കിട്ടുന്നുണ്ടോ? ഓർമ്മ കിട്ടുന്നുണ്ടോ? ഓർമ്മ കിട്ടുന്നുണ്ട്. അതാണ് എന്റെ ജാനകി, അതാ. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇൻസ്റ്റാൾമെന്റ് കൊണ്ടുവന്ന അണ്ണാച്ചി. അല്ല അല്ല, വീണ്ടും ഓർത്തു നോക്ക്. നിന്റെ രാമൻ, നിന്റെ കൂടെ സ്കൂളിൽ പഠിച്ച 4ാം ക്ലാസ് മുതൽ പഠിച്ച രാമൻ. അല്ല, ആ രാമനല്ല, സി രാമൻ. 4 സീലെ രാമൻ. 4 സീലെ രാമൻ. ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഓർമ്മയുണ്ടോ? പണ്ട് മൂട് കീറി നിക്കറായി എന്റെ പുറകിൽ നിന്ന് നടന്ന ആ രാമനല്ലേ? ഞാൻ മേടിച്ചെന്ന മുട്ടായി നെയ് സ്ലിപ്പ് ഒന്നും അല്ല നിനക്ക് ഓർമ്മ. മൂട് കീറിയ നിക്കറാ നിനക്ക് ഓർമ്മ അല്ലേ? എന്താ ആയിക്കോട്ടെ, ഓർമ്മയുണ്ടല്ലോ. സന്തോഷം. അന്ന് നമ്മൾ ഒരുപാട് 16 വയസ്സ് വരെ പ്രേമിച്ച് നടന്ന് അവസാനം നീ പോയി. പക്ഷെ എന്റെ പ്രാർത്ഥനയാണ് പിന്നെ നിന്നെ ഇവിടെ എത്തിച്ചേ. നീ എന്താ ഇവിടെ? എന്റെ രാമ, എന്റെ മക്കളെ എന്നെ ഇവിടെ കൊണ്ടാക്കിയതാ. അതൊക്കെ പോട്ടെ, എല്ലാം എന്റെ പ്രാർത്ഥനയായിട്ട്. എന്തായാലും 16 വർഷത്തിന് ശേഷം കണ്ടല്ലോ, അത് തന്നെ ഒരു സന്തോഷം. എനിക്ക് പണ്ടേ നിന്നെ കാണുമ്പോൾ എന്റെ ഹൃദയമിടിപ്പ് കൂടും. ചോദിച്ചോട്ടെ, ഇപ്പോഴും ജാനകിക്ക് ആ പഴയ ആംബുലൻസ് വിളിക്കണോ? ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കല്ലേ, പോവാ നമുക്ക് ആശുപത്രിയിൽ. അവളെ ഉപയോഗിച്ച് നാട്ടിക്കരുത് എന്റെ ജാനകി. എനിക്ക് അങ്ങനെയാണ്. നീ പറഞ്ഞോ, ഇഷ്ടം പറഞ്ഞോ. ഞാൻ പറയാൻ വന്നപ്പോ എനിക്ക് ശ്വാസം വിട്ട് വന്നു. എനിക്ക് അവളുടെ അടുത്ത് എല്ലാം ഹൃദയമെടുപ്പ് കൂടും. എനിക്ക് വേണ്ടി ഒന്ന് പറയണം. എനിക്ക് വേണ്ടി ഒന്ന് പറ. ഇപ്പോഴും എന്നോട് പഴയ ഇഷ്ടം ഉണ്ടോന്ന് ചോദിച്ചാൽ മതി. അവൾ ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് താഴാൻ പറ്റൂല. അത് അകത്ത് ചോദിച്ചു. ശരി, നീ ഇവിടെ ഞാനൊന്ന് പോയി സംസാരിച്ചിട്ട് വരാം. എന്നോട് പറയണേ, ഞാൻ കാത്തിരുന്ന് എന്നൊക്കെ പറയണേ. ഞാൻ പറയാം, നീ മിണ്ടാണ്ട്. കയ്യിൽ നിന്ന് പോയി. ജാനകി, അപ്പൊ കൊഴപ്പൊന്നുമില്ലല്ലോ അല്ലേ? അവന് വേറെ കുഴപ്പമൊന്നുമില്ല. അവനെന്തോ ഇഷ്ടമാണ് പ്രേമമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ദേ, അതിനകത്തൊന്നും ചെവി കൊടുക്കല്ലേ. അവനില്ലാത്ത അസുഖങ്ങളില്ല. ഷുഗർ, പ്രഷർ, ആമവാദം എല്ലാം ഉണ്ട്. എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോഴും സ്റ്റെല്ലി അങ്ങ. ഇവിടുത്തെ വെള്ളത്തിന്റെ കുഴപ്പം കൊണ്ടാണ് ഈ മുടിയൊക്കെ നരച്ചിരിക്കണത്. അല്ലാതെ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആലോചിച്ചിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഒരു കാര്യമാണ്. ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. അപ്പൊ പിന്നെ ഞാനങ്ങോട്ട് ഓക്കെ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്നെ കുറിച്ച് ഞാൻ കേറ്റി വെച്ചിട്ടുണ്ട്. കേസ് പറഞ്ഞ ഏത് കേസ്? എന്നുണരുമ്പോഴും ജാനകിക്ക് വേണ്ടി ഞാൻ ഈ പാട്ട് പാടുന്ന കാര്യം പറഞ്ഞു. അത് പറഞ്ഞില്ലായിരുന്നു. അത് പറഞ്ഞില്ല. മെയിൻ കാര്യങ്ങളൊന്നും പറയത്തില്ല. ഞാൻ പറയാം. നീ പറയണ്ട. എങ്ങോട്ടാ ഈ നീട്ടി വലിച്ച് പോണത്? വൃത്തികെട്ടത്. അതെ ജാനകി, ഇപ്പൊ വന്ന് പറഞ്ഞ ആ പൊക്കം കൂടിയവൻ എന്നെ പറഞ്ഞേ. അല്ല, പുള്ളിക്ക് എന്നോട് എന്തോ ഇഷ്ടാണെന്നോ. അയ്യോ എന്റെ പൊന്നെ, അവന് പുഴുക്കടിയാ കാല് നിറച്ച്. പിന്നെ അവന്റെ ഷർട്ടൂരി നോക്കിയിട്ടുണ്ടോ? ലോകത്തിന്റെ ഭൂപടം പോലെ ചുണങ്ങ് കിടക്കണേ. മെനക്കെട്ടവനാ. അവനോടൊന്നും വർത്താനം പറയാൻ കൊള്ളത്തില്ല. പിന്നെ അപ്പോ എന്നാ പിന്നെ ശരി. എന്താ? അല്ല, എന്നെ എങ്ങനെയാ, ഇഷ്ടമാണോ? അല്ല, എനിക്കിങ്ങനെ നടക്കുമ്പോ ആദ്യം മാത്രമേ ഉള്ളൂ, പിന്നെ അതെങ്ങനെ സ്പീഡിൽ പോവും. എല്ലാം പറഞ്ഞിട്ടുണ്ടോ? എല്ലാം പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് അവളെ മുഖത്ത് നോക്കി ഒന്ന് ചോദിക്കണം, ഇപ്പോഴും ഇഷ്ടമുണ്ടോ? വേണോ? ഞങ്ങള് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നീ ആവശ്യമില്ലാണ്ട് കയറി ചോദിക്കാൻ നിക്കണ്ട. അതല്ല, ആണുങ്ങളാകുമ്പോ മുഖത്ത് നോക്കി ചോദിക്കണമല്ലോ. അങ്ങനെയല്ല അതിന്റെ ഒരു ഒന്ന് താങ്ങിയേക്കണേ. ജാനകി, ഇപ്പോഴും ആ കോളേജിൽ പഠിക്കുന്ന ഈ വീരശൂര പരാക്രമിയോട് പഴയ ഇഷ്ടം ഉണ്ടോ? ഞാൻ ആലോചിച്ച് പറയാം. എന്നെ തറയിലിട്ടത് ആലോചിച്ച് പറയാന്ന് പറഞ്ഞല്ലോ. ആലോചിക്കുമ്പോ പോസിറ്റീവായിട്ടുള്ള ഉത്തരവായിരിക്കുമല്ലേ? ഞാനൊരു കാര്യം പറയാം. ജാനകിയുടെ മുമ്പ് വെച്ച് എന്നെ ഒരുപാട് താങ്ങരുത് കേട്ടോ. അവള് വിചാരിക്കാൻ എനിക്ക് ആവതില്ല എന്ന് പറഞ്ഞ ആരോഗ്യ ശ്രീമാനല്ലേ? ഹരിനെ നോക്കണം. അത് പാല് കുടിച്ചിട്ട്
അയ്യോ ഞാൻ പാല് കുടിക്കാറില്ല. രാമേട്ടൻ കുടിച്ചോ. ജാനകിക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഞാൻ ഒരു ഓട്ടോഗ്രാഫ് എഴുതി തന്നത്? നമ്മൾ അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. ഞാൻ ഇന്നും അത് ഓർക്കും. പഴം പഴം പൊളിക്കണം, പുട്ടിലിട്ട് ഞെവിടണം, വാരി വാരി തിന്നണം, തിന്നുമ്പോ എന്നെയും കൂടെ ഓർക്കണം. തിന്നുമ്പോ ഓർക്കാറുണ്ടോ? ഞാനതിന് പുട്ടും പഴവും കഴിക്കാറില്ല രാമേട്ട. കുഴപ്പമില്ല, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് 1 മാസമായി. മറുപടി ഒന്നും പറഞ്ഞില്ല. അത് പിന്നെ ഞാൻ രാമേട്ടന്റെ പഴയ ജാനകി തന്നെയാ. അയ്യോ ദൈവമേ. എന്റെ മോന രാമേട്ടാ. എനിക്ക് മറക്കാതെ പോയ ഉണ്ട് മോനാണ്. നമസ്കാരം. എന്താ? അതെ, മോന്റെ വൈഫ് പ്രസവിച്ചു. രാമേട്ടാ, എന്നെ കൊണ്ടുപോവാൻ അവൻ വന്നേ. എന്താ കാര്യം? കൊണ്ടുപോയാലും ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടാക്കൂലേ? അല്ല, മോന്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിട്ടേ വേറെ ആരുമില്ല. അപ്പൊ എന്നെ തിരിച്ചു കൊണ്ടുപോകണമെന്ന്. അപ്പൊ നീ പോവാൻ തീരുമാനിച്ചോ? അല്ലാതെ എന്ത് ചെയ്യാനാ രാമേട്ടാ? ഈ ജന്മം പോലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ല. ഇനി അടുത്ത ജന്മമെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. എന്തിനാടി പൂങ്കൊടിയേ കാരണി കരയണത്? ഇപ്പൊ വരും പൊന്നും പൊടിയേ. മുല്ലമുട്ടും കാതിലിക്കും മൂക്കുത്തിയും. ഞാനിതൊന്നും വന്നാ പഠിക്കത്തില്ല. 16ാമത്തെ വയസ്സിൽ അവളൊന്ന് തേച്ചു. ബോധം ഉണ്ടെങ്കിൽ അന്നും പഠിക്കണമായിരുന്നു. അതെ. ഇപ്പം വന്ന് 76ാമത്തെ വയസ്സിലും തേച്ചിട്ടങ്ങ് പോയി. ഇനി അടുത്ത ജന്മത്തും തേക്കാൻ വേണ്ടി വിളിക്കാൻ അടുത്ത ജന്മത്ത് വരണോന്നും പറഞ്ഞൊരു ക്ലൂ തന്നിട്ട് പോയിരിക്കുക. രാമ, ഞാനൊരു കാര്യം പറയട്ടെ. ഇനിയിപ്പൊ അടുത്ത ജന്മത്തിൽ കാണാന്ന് പറഞ്ഞ അവള് പോയിട്ടുണ്ടല്ല. അടുത്ത ജന്മത്തില് നീ അവളെ കണ്ടു കഴിഞ്ഞാൽ നീ ആണാണെങ്കിൽ നീ അവളെ മൈൻഡ് ചെയ്യുന്നതാ. അതൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോ ഞാൻ മൈൻഡ് ചെയ്തങ്ങ് പോവും. അങ്ങനെ ഞാൻ നീ ഒരിക്കലും നന്നാവില്ല.